ഒരു പാമ്പിനെ നമ്മൾ കാണുന്നു. ആ പാമ്പ് ഉള്ളിലോട്ട് കയറുന്നപ്പോൾ അത് പാമ്പിന്റെ ഇമേജ് കയറി. പക്ഷെ ആ പാമ്പല്ല കയറുന്നത്, പാമ്പിന്റെ ഇമേജാ കയറുന്നത്. പാമ്പ് എങ്ങനെയാ? പാമ്പ് വെറുതെ അവിടെ കിടക്കാ വഴിയിൽ, ഒരു തണലത്ത് കിടക്കുന്നു, അല്ലെങ്കിൽ ഒരു മൂലയ്ക്ക് ഇതിങ്ങനെ ഒതുങ്ങി കിടക്കാതിരുന്നു, നമുക്ക് ഒരു കുഴപ്പവും, അതവിടെ കിടന്നോട്ടെ. പക്ഷെ ഈ സാധനം ഉള്ളിലേക്ക് കയറി കഴിയുമ്പം ആരാ കയറ്റുന്നത്? ഞാൻ തന്നെ കയറ്റുന്ന. പാമ്പ് ഒരിക്കലും നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കയറുകയല്ല, അതതിന്റെ വഴിക്ക് പോകും. നമ്മളൊന്ന് കണ്ടു, അടുത്ത നിമിഷം അത് അവിടെ കിടക്കല, അത് ഓടി രക്ഷപ്പെട്ടു. അപ്പൊ സത്യത്തെ പാമ്പ് എന്താണ്? ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ജീവിയാണ്, പാവമാണ്. പക്ഷേങ്കിൽ ഈ സാധനം അകത്ത് നമ്മൾ കയറ്റിയിട്ട് അതിനെ ഒരു ഭീകര ജന്തുവായിട്ട് മാറ്റും. അപ്പൊ നമ്മുടെ വികാരം എന്തായിരിക്കും? നെഗറ്റീവ് വികാരങ്ങൾ. ദേഷ്യമോ, സങ്കടമോ, പേടിയോ, വെറുപ്പോ, ഇതൊക്കെ ഉണ്ടാകും. അപ്പൊ നമ്മുടെ വികാരങ്ങളെ മുഴുവൻ ആരാ സൃഷ്ടിക്കുന്നത്? അകത്ത് കിടക്കുന്ന ഇമേജ്. അപ്പൊ എവിടെയാ പ്രശ്നം കിടക്കുന്ന? ഉള്ളില്. അപ്പൊ കറക്ഷൻ കൊടുക്കേണ്ടത് എവിടെയാണ്? ഉള്ളില്. എങ്ങനെ കറക്റ്റ് ചെയ്യണം? ഒറിജിനലായിട്ട് അതിനെ കൺവേർട്ട് ചെയ്യണം. ഈ കിടക്കുന്ന പാമ്പ് ഒറിജിനൽ ആക്കി എടുക്കണം. ഒറിജിനൽ ആക്കി എടുത്തു കഴിഞ്ഞാൽ ഒരു പാമ്പ് പുറത്ത് കിടക്കുന്നു, നമ്മുടെ മനസ്സിലൊരു പാമ്പ് കിടക്കുന്നു എന്ന് പറഞ്ഞാൽ പുറത്തെ സംഗതി അകത്ത് സെയിം ആണ്, ഒരു വ്യത്യാസവും ഇല്ല. അപ്പൊ നമ്മുടെ ലോകം എന്ന് പറയുന്നത് ഒറിജിനൽ അല്ല. പുറത്തുള്ള ലോകം അല്ല അകത്ത് കയറുമ്പം. അതിന്റെ ഉത്തരവാദി ആരാണ്? നമ്മളാണ്. എന്തുകൊണ്ടാണ് വേറെ ഡിഫറെന്റ് ആയിട്ട് ലോകമാകുന്നത്? എല്ലാത്തിന്റെ മുകളിൽ ഒരു ഇമേജ് നമ്മൾ അങ്ങോട്ട് കയറ്റി വെച്ചിരിക്കുക. എന്താണ് ഇമേജ്? അവൻ ശരിയല്ല, അവള് ശരിയല്ല, അവളെ കാണാൻ കൊള്ളിയല്ല, അവനെ കാണാൻ കൊള്ളിയല്ല, അവന്റെ സംസാരം ശരിയല്ല. അവന് എന്താണോ അവൾ എന്താണോ അതായിട്ട് കയറി കിടക്കട്ടെ. അപ്പോ നമ്മുടെ ഉള്ളിൽ കയറ്റുന്നത് കൊള്ളുകയില്ലാത്ത വസ്തുക്കളായിട്ട് നമ്മൾ കയറ്റുന്നത്. അതുകൊണ്ട് നമുക്ക് ദേഷ്യം, സങ്കടം, പേടി, വെറുപ്പൊക്കെ വരുന്ന സന്തോഷമില്ല. അപ്പൊ സന്തോഷം വരുത്താനുള്ള ഏക മാർഗം എന്താണെന്ന് വെച്ചാൽ അവരെങ്ങനെയാണോ അതുപോലെ നമ്മുടെ ഉള്ളിൽ കയറ്റിയിടുക എന്നുള്ളത്. കാരണം അവരിങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു, ഓക്കെ, അകത്ത് ദേഷ്യപ്പെട്ട് കിടന്നോട്ടെ, എന്ന് നിങ്ങൾക്ക് എന്താ പ്രശ്നമിരിക്കുന്നത്? സോ ദാറ്റ് ഈസ് കോൾഡ് നോർമൽ. അയാൾ എങ്ങനെയാണ് അതുപോലെ തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു നെഗറ്റീവ് വികാരങ്ങളും വരത്തില്ല. സോ ഇറ്റ് ഈസ് ആൻ ഇൻഫർമേഷൻ ടു യു. ഇപ്പൊ നമ്മൾ ഒന്നിനെ ഒരു ഇൻഫോർമേഷൻ അതിൻ്റെതായ രീതിയിൽ കാണാനോ കേൾക്കാനോ അറിയാനോ തയ്യാറാണ്. നമ്മൾ അതിൻ്റെ മുകളിൽ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് അതിൽ കൂടെ മാത്രമേ കാണത്തുള്ളൂ. ഇതാണ് നമ്മുടെ പ്രശ്നം. ഇതാണ് നമ്മൾ എപ്പോഴും നെഗറ്റീവ് ഇമോഷൻസ് കൂടെ കടന്നു പോകാനുള്ള കാരണം. എന്തുകൊണ്ട് നമുക്ക് റിയാലിറ്റിയായിട്ട് അംഗീകരിച്ചുകൂടാ? അയാള് സംസാരിക്കുന്ന അയാളുടെ ലോകത്തിൽ നിന്നാണ്. അയാൾ എപ്പോഴും അങ്ങനെ സംസാരിക്കത്തുള്ളൂ. എന്റെ ലോകത്തിൽ നിന്ന് എങ്ങനെയാ അയാൾ സംസാരിക്കുന്നത്? എന്റെ ലോകത്ത് നിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പോ NLPയുടെ ബേസിക് പ്രിൻസിപ്പിൾ ഇതാണ്: യു ഓൾവേസ് തിങ്കിങ് സച്ച് എ വേ ദാറ്റ് യു ബിക്കം ഹാപ്പി. സിമ്പിളാണ്, ഏറ്റവും സിമ്പിളസ്റ്റ് ആണ്. എന്ത് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ, നമുക്ക് ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ ഒട്ടനെ നമ്മൾ ചിന്തിക്കുക, സന്തോഷം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഏത് തരത്തിൽ ചിന്തിച്ചാൽ കൊള്ളാം. ഇപ്പോൾ ഒരാളോട് ഈ പറഞ്ഞ 100 രൂപ കടം മേടിച്ച് അയാളത്ത് ചോദിച്ചപ്പോൾ തരുന്നില്ല, അത്രയേ ഉള്ളൂ. ഉടനെ മനസ്സിലുള്ള ചിന്ത എന്ന് വെച്ചാൽ, ആഹാ, നീ തന്നില്ലല്ലേ, പറഞ്ഞ വാക്ക് കാണിക്കില്ലല്ലേ, നീ എന്നെ പറ്റിച്ചല്ലേ. ആ ചിന്ത വരുന്നത് കൊണ്ടാണ് നമുക്ക് ദേഷ്യവും സങ്കടവും വെറുപ്പൊക്കെ തോന്നുന്നത്. അതേസമയം പുതിയൊരു ചിന്ത കൊണ്ടുവരണം. ഓ, അയാൾ ചിലപ്പം മറന്നുപോയതായിരിക്കും, ടേക്ക് ഇറ്റ് ഈസി.